ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പഴം കൊണ്ടുള്ള റെസിപ്പിയാണ്. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയുള്ളതെന്നൊന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം പഴുപ്പുള്ള നേന്ത്രപ്പഴമാവണം. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കായ ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ശർക്കര ഞാനൊരു 1.5 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു 1/4 കപ്പോളം വരും ഇത്. പിന്നെ അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ചൂടായാൽ മതി. കളറൊന്നും മാറണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറണം. നല്ലതുപോലെ കളർ മാറിയതിന് ശേഷം അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. മൂടി വെക്കൊന്നും വേണ്ട. അതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം 5 മിനിറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ 4 മണിക്ക് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി ഇത് ഒരു 10 മിനിറ്റ് ചൂടാറിയതിന് ശേഷം കഴിക്കാവുന്നതാവും. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.